ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പൊ എന്നെ ശ്രദ്ധിക്കേ, പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ വരെ തുറപ്പിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തെ വരെ തുറപ്പിക്കാൻ കഴിയും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നിന്റെ പ്രയർ അടഞ്ഞതിനെ ഒക്കെ തുറപ്പിക്കണം. നിന്റെ പ്രാർത്ഥന സ്വർഗത്തെ വരെ തുറപ്പിക്കട്ടെ. നിന്റെ പ്രാർത്ഥന യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. നിനക്കതിൽ നിന്നുള്ള ദൂതെന്താ? നീ പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം വരെ തുറക്കപ്പെടും. ഗ്ലോറി. ഭൂമിയിൽ ചിലത് തുറക്കാനുണ്ട്, സ്വർഗത്തിൽ ചിലത് തുറക്കാനുണ്ട്, നിന്റെ കുടുംബത്തിൽ ചിലത് തുറക്കാനുണ്ട്. ഈ ബൈബിളിൽ നിങ്ങൾ പഠിക്കണേ, പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ മാത്രമാണ് സ്വർഗം തുറക്കുന്നത്. ബൈബിളിൽ യാക്കോബ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ പ്രത്യേകത, യാക്കോബ് ജയിച്ചത് മുഴുവൻ പ്രയറിൽ. എന്തുവാ? അവന്റെ പേര് മാറ്റിയിട്ടത് പത്രത്തിൽ പരസ്യം ചെയ്തല്ല. ആണോ? യാബോക്കടവിലെ ഒറ്റ പ്രാർത്ഥന ദൈവം ഇറങ്ങി വന്ന് പേര് മാറ്റിയിട്ടേ. കേട്ടോ, പ്രാർത്ഥന നിന്റെ പേര് മാറ്റിയിടും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഹല്ലേലൂയ. യാക്കോബിന്റെ പ്രയർ, യാക്കോബ് ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട സാഹചര്യം ഉണ്ടായി. ഒരു വനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു നിർജ്ജനമായ പ്രദേശത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ബൈബിൾ പറയുക, അവനൊരു സ്വപ്നം കാണുക. സ്വപ്നം എന്താണെന്നറിയോ? സ്വർഗം തുറന്നിട്ടിരിക്കുക. ഒരു ഗോവേണി സ്വർഗത്തിന്റെ വാതിലിനെ തൊട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ അതിനൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. പ്രാർത്ഥിക്കുന്നവൻ ഉറങ്ങാൻ കിടന്നാലും സ്വർഗം തുറക്കും. ഒരാമയും വരുന്നില്ല. ചെല്ലു പറഞ്ഞിട്ട്, ഇന്നലെ രാത്രി ഞാൻ ദിവ്യ ദർശനം കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഞാനൊരു ദിവസം രാത്രി ഒരു സ്വപ്നം കണ്ടു. നക്ഷത്രങ്ങൾ, ദൈവത്തിന് സ്തോത്രം, സ്പാർക്കായി നക്ഷത്രങ്ങൾ താഴേക്ക് വീഴുന്ന കാഴ്ച. ആ രാത്രി എനിക്ക് വലിയ ദിവ്യ ദർശനത്തിന്റെ രാത്രിയായിരുന്നു. ഞാനിവിടെ ഇരിക്കുന്ന അങ്ങനൊരു രാത്രി മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, പിന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാനൊരു വെളിപ്പാട് നിന്നോട് പറയാം. ആരെല്ലാം നിന്റെ മുമ്പിൽ വാതിലടച്ചാലും യാക്കോബിന്റെ മുമ്പിൽ സ്വർഗം ദൈവം തുറന്നിട്ട് കാണിക്കാൻ കാര്യം എന്നറിയാമോ? അവൻ ജനിച്ച വീട് അവന്റെ മുമ്പിൽ അടയപ്പെട്ടു. ഇതുവകൾ പ്രാർത്ഥിക്കുന്ന നിന്നോട് അതൂത്, നിനക്ക് ഭൂമിയിൽ അടഞ്ഞാൽ സ്വർഗത്തിൽ തുറക്കും. വിശ്വാസം ഉണ്ടല്ലോ? സ്തോത്രം ചെയ്യാവൂ. അടഞ്ഞതിനെ നോക്കി കരയാതെ, തുറക്കാൻ പോകുന്നതിനെ നോക്കി. ഈ എല്ലാ വഴി അടഞ്ഞു കിടക്കുമ്പോഴേ ഈ പ്രാർത്ഥിക്കുന്നവന്റെ മുഖത്തെ ചിരി മായാത്ത എന്നാന്നറിയാവും? അവനെ ഇവിടെ അടഞ്ഞെങ്കിൽ മേളിൽ തുറന്നിട്ടുണ്ട്. ഇന്നൊന്ന് അടുത്തിരിക്കുന്ന ആളോട് പറ, ഒന്നടഞ്ഞെങ്കിൽ വേറെ തുറന്നിട്ടുണ്ടെന്ന് പറ. കേട്ടോ, മിണ്ടുന്നില്ല. നീ ഇവിടെ വന്നേച്ച് വിശ്വാസം പറയാതെ പോകരുത്. അടഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാ തുറക്കുന്നേ. ഓ ഹല്ലേലൂയ. നിന്റെ വഴി അടയ്ക്കുന്ന ഒരു എതിരാളി ഉണ്ടെങ്കിൽ നിനക്ക് വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. യാക്കോബേ, നിന്റെ എതിരാളി ഏശാവാ, നീ പേടിക്കരുത്. പക്ഷെ നിനക്ക് അനുകൂലം ദൈവമാണ്. ഒരു ചോദ്യമേ, എതിരാളിയായ ഏശാവ് അനുകൂലമാകുന്നതാണോ നല്ലത്, ദൈവം അനുകൂലമാകുന്നതാണോ നല്ലേ? പറ. ചിലരൊക്കെ നിനക്ക് പ്രതികൂലമായത് ദൈവം അനുകൂലമാകാനാന്ന്. മനസ്സിലായി വരുന്നുണ്ടോ? ചില ബന്ധങ്ങൾ നിന്റെ വാതിൽ അടച്ചെങ്കിൽ നീ പേടിക്കരുത്. നിനക്ക് സ്വർഗത്തിൽ
യോഹന്നാനെ പിടിച്ച് പത്മോസിലോട്ട് വലിച്ചെറിഞ്ഞു ഡൊമിഷ്യൻ ചക്രവർത്തി. എന്നിട്ട് ഡൊമിഷ്യൻ പറയാ, നീ അവിടെ കിടന്ന് അവസാനിച്ചാ മതി. ജീസസ് ചുറ്റും പാറക്കെട്ടുകളും കടലിനാൽ നിബിഡമായി നിൽക്കുന്ന പത്മോസിനകത്ത്, കുഞ്ഞു ദ്വീപിനകത്ത് കിടക്കുന്ന യോഹന്നാനോട് ദൈവം ഇറങ്ങി വന്നേച്ച് പറയുക, വെളിപ്പാട് നാടിൽ യോഹന്നാൻ പറയാ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. മിണ്ടുന്നില്ല. ഡൊമിഷ്യ, നീ അടച്ചാൽ ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങളുടെ കണക്ഷൻ ദൈവവുമായിട്ടാ. ഞാനൊരു ദൈവശബ്ദം കേൾക്കുക. ആ ശബ്ദം ഇതാണ്, അടഞ്ഞതെല്ലാം ഈ ദിവസങ്ങളിൽ തുറന്ന് വരാൻ പോവാ. നിന്റെ പ്രാർത്ഥനയിൽ ഒരാമയും വരുന്നില്ല, ഒരാമയും വരുന്നില്ല. ആരെല്ലാം മുമ്പിൽ അടച്ചോ, ജീസസ്, യാക്കോബേ, ജീസസ്, യേശാവ് നിന്റെ വീടിന്റെ വാതിലടച്ചു, നിന്റെ സഹോദരൻ നിന്റെ വീടിന്റെ വാതിലടച്ചു. നീ പേടിക്കരുത്, ഒരുവൻ നിനക്ക് അനുകൂലമാ. പൗലോസ് പുതിയ നിയമത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ. നമുക്ക് അല്പം കൂടെ ഗഹനമായിട്ടൊന്ന് ധ്യാനിക്കണം. അടയപ്പെട്ട വിഷയത്തെക്കുറിച്ച് ടെൻഷൻ എടുക്കരുത്. ഇന്ന് പ്രവചിക്കുക, അടഞ്ഞു കിടക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ തുറന്നു വരാനൊരു കാലമുണ്ട്. എല്ലാം പ്രയറിലാണ് നടക്കുന്നത്. പ്രയറിൽ ശുശ്രൂഷയിൽ കത്തിശോഭിച്ച ഈ ചില വാതിലൊക്കെ ചിലർ അടയ്ക്കാൻ ശ്രമിക്കുമ്പം പ്രാർത്ഥിക്കുന്നതിന് പേടിയില്ലാത്ത എന്നാന്നറിയോ, ദൈവം അവന് അനുകൂലമാണ്. ഈ സങ്കീർത്തനത്തിന് വാക്യമുണ്ട്, വായിക്കേണ്ട കേട്ടോ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ബാക്കി പറയാ, എൻ്റെ ഉള്ളിൽ ബലം നൽകി. ബാക്കി പറയാോ, എന്നെ ധൈര്യപ്പെടുത്തി എന്ന് പറഞ്ഞ മനസ്സിലായി. ഈ പ്രാർത്ഥിക്കുന്നവന് ഭയങ്കര ധൈര്യ, അസാധാരണ ധൈര്യ. യേശുവിന്റെ നാമത്തില്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ, യാക്കോബ് കിടക്കുന്ന സ്ഥലത്ത് ഒരു ഗോവേണി, അതിലെ ഒരഗ്രം യാക്കോബ് കിടക്കുന്ന മുള്ളിനിടയിലാ, മറ്റേ അഗ്രം സ്വർഗത്തെ തൊട്ടുകൊണ്ടിരിക്കുക. ദൂതെന്തുവാ, നിന്റെ പ്രയറിന് സ്വർഗത്തെ വരെ തൊടാൻ പറ്റും. ഇനി കേട്ടെ, എന്നിട്ട് അതേ കാണിക്കുക, അതിൽ കൂടെ ദൂതന്മാർ കയറുകയും. അർത്ഥം കേട്ടോണം, യാക്കോബേ, നിന്റെ എതിരാളി നിന്റെ പുറകെ വരുന്നുണ്ട്, നിന്റെ റൂട്ട് മാറ്റാൻ പോവുക. ഇനി നീ ഒരു ഏണിയിലൂടെ കയറുന്ന പോലെ നിന്റെ എതിരാളിക്ക് കയറാൻ പറ്റാത്തൊരു വഴിയിലൂടെ നിന്നെ ഞാൻ, കാരണം നിന്നോട് ദൂതുണ്ട്, നീ ശക്തിപ്പെടുവെന്ന്. ഈ റെബേക്ക തൻ ഗർഭസ്ഥയായപ്പം തൻ്റെ ഉള്ളിൽ പിള്ളകൾ തമ്മിൽ തിക്കിയപ്പം അവൾ യഹോവയോട് ചോദിക്കാൻ പോയി. അതാ നമ്മൾ വായിക്കണ്ട. അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ ഉദരത്തിൽ 2 വംശങ്ങളാ, ഒന്നിനേക്കാൾ ശക്തിപ്പെടും. യാക്കോബേ, ശക്തിപ്പെടേണ്ടത് നീയാ. മനസ്സിലായില്ലയോ? നിന്നെ കൊല്ലാൻ യേശാവ് കത്തിയെടുത്താൽ നീ പേടിക്കരുത്. അവന് കേറാൻ വയ്യാത്ത പടികളിലൂടെ നിനക്ക് വരുന്ന വഴി വ്യത്യസ്തമാ, നീ പോകുന്ന വഴി വ്യത്യസ്തമാ, നീ നടക്കുന്ന പാത. ഞാന് ഒരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ ചിലരുടെ ഭാവിയുടെ റൂട്ട് മാറാൻ പോവാ. നിന്റെ കുടുംബത്തിന്റെ റൂട്ട് മാറാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിൻ്റെ ആർക്കും പോകാൻ പറ്റാത്ത വഴിയെ കൂടെ ദൈവം നിന്നെ കൊണ്ടുപോകുക. നീ ഒരു അത്ഭുതമാകാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എത്തിക്കാനിടത്ത് എത്തിച്ച്, ഇരുത്താനിടത്ത് ഇരുത്തി, നിന്നെ മാനിക്കാൻ. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം.
പത്രോസ് അപ്പോസ്തലനെ പിടിച്ച് ഇരുമ്പടികൾക്കകത്ത് ഹെരോദാ രാജാവ് ബന്ധിച്ചു. ഈ ബന്ധനം അഴിയുന്ന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, 1-ാം കാവല്, 2-ാം കാവല്, പട്ടണത്തിലേക്കുള്ള ഇരുമ്പ് വാതിൽ. ഈ 3 വാതിലിനകത്ത് ഇവനെ ബന്ധിച്ചൊതുക്കിയേക്കുക. ഒരു സഭ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞടഞ്ഞു പോയതെല്ലാം തുറന്നു വന്നു.